അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിൽ വീണ്ടും വീഴ്ച സംഭവിച്ചു, ഇന്നും സംഭവിച്ചു എന്ന ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. അതെന്താണ് രാജ്കുമാർ? ഈ പുത്തൻതുറയിൽ തന്നെയാണ്. ആ വീഡിയോ പ്ലേ ചെയ്താൽ കൃത്യമായി അതിൽ ആ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി അവിടെ സ്പോട്ടിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. അത് പ്ലേ ചെയ്താൽ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും, കൂടുതൽ വ്യക്തമാകും. എന്നാലും ഞാൻ പറയാം, ഇതിൽ ഇന്ന് പുത്തൻതുറയിൽ നിന്ന് പോയ ജാഗേഷ് എന്ന് പറയുന്ന കൈരളി എന്ന് പേരുള്ള ബോട്ടാണ് ഇന്ന് ഈ എഞ്ചിൻ തകരാറിനെ തുടർന്ന് കടലിൽ ഒഴുകി നടന്നത്. ഇത് ഇന്നലെ രാത്രിയായിരുന്നു. സംഭവം അറിഞ്ഞ് മെറൈൻ എൻഫോഴ്സ്മെൻറ്റ് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടേക്ക് പോയി. പക്ഷേ പോയ ആ മെറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്രാങ്ക് ഉറങ്ങിയതാണോ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല, വേറൊരു വഴിക്ക് പോവുകയും ചെയ്തു. ഇത് ഈ കറങ്ങി നടന്ന അപകടത്തിൽപ്പെട്ട ഈ ജാഗേഷിൻ്റെ കൈരളി എന്ന് പറയുന്ന ആ ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. അതിൽ തലനാരിഴയ്ക്കാണ് അതിൽ 11 മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. ഈ അതെവിടെ പോയിന്ന് അറിയില്ല, അതിപ്പോഴും അറിയില്ല. അത് സംബന്ധിച്ച കാര്യങ്ങൾ നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവമൊക്കെ നടന്നത്. വീണ്ടും 11 പേരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. മെറൈൻ എൻഫോഴ്സ്മെൻറ്റ് ബോട്ട് മറ്റൊരു വഴിക്ക് കടലിൽ എങ്ങോട്ടേക്കോ പോയി. ഇതിന് എഞ്ചിൻ തകരാറ് മാത്രമേ ഉള്ളൂ. അവരെങ്ങനെയോ അത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെയാണ് കരയിലേക്ക് ഇടിച്ചു കയറിയത്. കെട്ടിവലിച്ചു കൊണ്ടുവരുമ്പോഴായിരുന്നു മെറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോട്ട് മറ്റൊരു വഴിക്ക് പോയതും. ആ കെട്ടുപൊട്ടിയതാണോ അല്ലെങ്കിൽ അത് വെട്ടിത്തിരിച്ചതുകൊണ്ട് സംഭവിച്ചതാണോ എന്നറിയില്ല. ഇത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയായിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കും. SOP എന്നൊക്കെ പറഞ്ഞ പലതരം പ്രഖ്യാപനങ്ങൾ ഈ ഫിഷറീസും അതേപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയും നടപ്പാക്കണ്ട. ഇവര് ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ അത് അറിഞ്ഞാൽ അവരെ രക്ഷിക്കാനുള്ള നടപടികളും എങ്കിലും ഒന്ന് വേഗത്തിൽ ചെയ്തുകൂടെ? ഇതാ ഇന്നും കണ്ടില്ലേ അലംഭാവം. രക്ഷിക്കാൻ പോയ ബോട്ട് വേറെ ഏതോ വഴിക്ക് പോയി, അത് ഇതുവരെ തിരികെ വന്നിട്ടില്ല. എന്താണ് രാജ്കുമാർ ഈ നടക്കുന്നത്? ഈ കെടുകാര്യസ്ഥതയാണ്. അന്ന് ഈ നീണ്ടകര പുത്തൻതുറയിൽ കൃത്യസമയത്ത് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരാളുടെ ജീവനെങ്കിലും അല്ലെ രണ്ടുപേരുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു. അത് അവർ ചെയ്തില്ല. അവിടെ അലംഭാവം കാണിച്ചു. വീണ്ടും ആ അലംഭാവം എന്ന് പറയുന്നത് ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതല്ലാതെ ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വരുന്ന ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ട ബോട്ട് തന്നെ വേറൊരു വഴിക്ക് സഞ്ചരിച്ച് എങ്ങോട്ടേ പോയി. അപകടത്തിൽപ്പെട്ട ബോട്ട് ഈ ലക്കും ലഗാനും ഇല്ലാതെ അവസാനം കരയിലേക്ക് ഇടിച്ചു കയറി. അത് ഒരുപക്ഷെ മറ്റേതെങ്കിലും ഭാഗത്തേക്കായിരുന്നെങ്കിൽ ചുഴിയിൽ വല്ലതും പെട്ടിരുന്നുവെങ്കിൽ കാലാവസ്ഥ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്ന ദിവസമാണ്. ഇവർ ഇന്നലെയാണ് കടലിലേക്ക് പോയത്, ഇന്നല്ല. അപ്പോൾ ആ രാത്രിയിൽപ്പെട്ട പെട്ടെന്നുണ്ടായ കാറ്റിലും മഴയിലുമാണ് ഇവരുടെ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ഒഴുകി നടന്നതും. ആ വിവരം തീരത്ത് വയർലെസ് വഴി അറിയിച്ചപ്പോഴാണ് മെറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടത്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് പോയ ബോട്ട് ഇനി ആര് രക്ഷിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം, അതിലും അനാസ്ഥ, ഇതൊന്നും വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. എന്തൊരു കെടുകാര്യസ്ഥത, എന്തൊരു ഉത്തരവാദിത്വമില്ലായ്മയാണ് സംഭവിക്കുന്നത്. 11 മത്സ്യത്തൊഴിലാളികളുള്ള ബോട്ട് അപകടത്തിൽപ്പെടുകയാണ്. അത് രക്ഷിക്കാൻ വേണ്ടി മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ സർക്കാരിന്റെ ബോട്ട് പോവുകയാണ്. ഇനി ആ ബോട്ട് ഇതിലേ പോയെന്ന് ആർക്ക് പറഞ്ഞുകൂടാ? ഇനി അതിനെ രക്ഷിക്കാൻ ആര് പോകുമെന്ന് ആർക്ക് പറഞ്ഞുകൂടാ? എന്ത് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ കടൽ തീരദേശത്ത് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആർക്കും ഒരു ധാരണയുമില്ല. ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കാണെങ്കിൽ ആ വകുപ്പ് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. നമുക്കൊന്നും പറയാനില്ല. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നടക്കുന്ന അവസ്ഥ. തീരദേശത്തിന്റെ ഗതികേടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.